ചുട്ടി. അപ്പൊ ഇന്ന് എന്റെ വീട്ടില് രാത്രി സ്പെഷ്യൽ അയിലക്കറിയാണ്, അയില വറുക്കണുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ എങ്ങനെയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എന്റെ ഉമ്മയാണ് ഇൻഗ്രീഡിയൻസ് പറയുന്നത് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക്, പിന്നെ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുള്ളത്. അയില നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയും പുളിയും കൂടി പുളി പിഴിഞ്ഞ് തേങ്ങ അരച്ചതിൽ കലക്കി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എങ്ങനെയാണ് മീൻകറി കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഗ്യാസ് മൺചട്ടിയിൽ എന്നിട്ട് ഞങ്ങൾ മീൻകറി വയ്ക്കുന്നത്. ചട്ടി എടുത്ത് വെച്ചു. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്കൊരു വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഉലുവ ഇടുന്നു. ചെറിയ പച്ചമുളകും തട്ടിയതൊക്കെ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി അതിലോട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇടുക. നന്നായി മൂട്ടിട്ടും തക്കാളി ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും നന്നായി ഗോൾഡൻ കളറായി വന്ന ശേഷം അതിലോട്ട് തക്കാളി ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഇടാം. തക്കാളി കറിവേപ്പില നല്ല മണം വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലൂടെ നമ്മൾ എടുത്ത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമുക്ക് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം പൊടികളുടെ പച്ചമണം നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ അരപ്പും പുളിയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞത് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ച് ചേർക്കുക. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ച അയില കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം തന്നെ മോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യല് മീൻ കറിയും മീൻ വറുത്തതും, അയിലക്കറിയും അയില വറുത്തതും. ഇനി ഇത് വേഗണം കേട്ടോ. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പുറത്ത് മീൻ വറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇതാണ് ഞങ്ങളുടെ സ്റ്റൈലുള്ള മീൻകറി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ മീൻ കറിയും അയില മീൻ പൊരിച്ചതും.